എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അംബാല ക്യാൻറ്റിലെ ഞങ്ങളുടെ ഹോളി ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഹോളി ആഘോഷത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രസിദ്ധമായ ഒരാഘോഷമാണ് ഹോളി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാം. നിങ്ങളൊക്കെ വന്നോ? ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഹോളിയാണ്. എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഞാൻ പോകാൻ പോകുന്ന ഹോളിയിൽ മന്ദിൽ കാണാതെ എനിക്ക് മുഖത്തും ഇവിടെയൊക്കെ റങ്കാക്കി വെച്ച്. എന്നാൽ നമുക്ക് പോയി ഹോളിയുടെ വീഡിയോ ആയി കാണാം. ബൈ. ഭഗവാൻ മഹാവിഷ്ണു നരസിംഹാവതാരം പൂണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത്. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം. പരസ്പരം കളറുകൾ വാരിപ്പൂശിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ഒക്കെയാണ് ഇവർ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കും ആ ആഘോഷത്തിൽ പങ്കെടുക്കാം. എങ്ങനെയാണ് ഞങ്ങൾ ഹോളി ആഘോഷിച്ചെന്നുള്ളത് നമുക്ക് കാണാം. ഇത് കണ്ടോ നിങ്ങൾ, ഇവർ പശുക്കളുടെ മേത്ത് പോലും കളറൊക്കെ തേച്ചാണ് ഹോളി ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സ്ട്രീറ്റിൽ വന്ന ഒരു പശുവാണ് ഇന്ന് രാവിലെ കളറിൽ കുളിച്ചത്. പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് തൊട്ടടുത്ത വീടുകളിൽ പോയി പരസ്പരം കളർ തേച്ചും മധുരപലഹാരം വിതരണം ചെയ്തൊക്കെ ഹോളി ആശംസിച്ചാണ് ആഘോഷിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ 9:30 തുടങ്ങിയ ആഘോഷമാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ ചെറുതായിട്ട് പുറത്ത് വരുന്നേ ഉള്ളൂ. ഹാപ്പി ഹോളി വിട്ട. हाँ हनी को मारो, कोई प्रॉब्लम नहीं. കളറ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കൂടാണ്ട് ഇവരിങ്ങനെ വെള്ളത്തിലും കളിക്കുവേ. ഇപ്പോൾ ഹനി അതിന് വേണ്ടിയിട്ട് ഹനിൻ്റെ പിച്ചുകാരിയിൽ വെള്ളം നിറക്കുകയാണ്. ഇത് നോക്ക്, ഹനി എന്നിട്ട് ആ പിച്ചുകാരിയും കൊണ്ട് അടുത്തിരിക്കുന്നവരുടെ മേലിലൊക്കെ വെള്ളമാക്കാൻ വേണ്ടി പോവുകയാണേ. അതും ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അത്രയും അങ്ങനെ കണ്ടാൽ മതി. ഹനിക്ക് ഇങ്ങനെ വെള്ളത്തിലും കളറിലൊക്കെ കളിച്ച് ഹോളി ആഘോഷിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഹനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെലിബ്രേഷനാണ് അത്. हनी जैसे एक मास्क लेना था रुचि. हैप्पी होली बेटा. അയ്യോ എന്റെ വെത്തിക്കണോ? ബസ് 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 അനി ബസ്. ഹനിയില്ലേ ഇവിടെ അങ്കിൾമാരും മേത്തൊക്കെ വേണ്ടി പോവാണേ വെള്ളം. ഹാപ്പി ഹോളി ഭയ്യ. ഹാപ്പി ഹാപ്പി ഹോളി കുछ भैया. हैप्पी होली भैया. ഹനിതേ വെള്ളത്തിൽ കളർ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് പിച്ചുകാരിയിൽ നിറക്കാൻ വേണ്ടിയാണ്. മിക്സ് കറലോ കളർ മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഇനി നമ്മൾ കളർ വെള്ളം കൊണ്ടാണ് കളിക്കാൻ പോകുന്നത് അല്ലേ ഹനി? देखो कौन आ रहा है? ഞാൻ പറഞ്ഞില്ലേ ഇവർ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമെന്ന്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ദീദി ഞങ്ങൾക്ക് പക്കോടയും മാൽപ്പുവയും ഗുജിയൊക്കെ ഉണ്ടാക്കി തന്നതാണ്. ഇപ്പോൾ ഗുജിയാണ് ഇവർ ഹോളിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന പലഹാരം. ബാക്കിയും കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഗുജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഏത് വീട്ടിൽ ചെന്നാലും അവർ നമുക്ക് ഇതേപോലെ സ്വീറ്റ്സും ഗുജിയൊക്കെ തരുവേ.
വിൻ്ററിൻ്റെ അവസാനവും സമ്മറിൻ്റെ ആരംഭമായിട്ടാണ് ഇവർ ഹോളീനെ കാണുന്നത്. ഹോളിക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ സമ്മർ അതിൻ്റെ മുഴുവൻ ശക്തിയോടും കൂടി ആരംഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ കൊണ്ടുവന്ന ഒരു പ്ലേറ്റ് സ്വീറ്റ്സ് തീർന്നപ്പോഴത്തേക്കും അവർ പിന്നെയും ടേബിളിൽ നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. സ്വീറ്റ്സ് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഹരി ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. മൂന്ന് കളർ തേക്കുന്നത് ഇഷ്ടമല്ലാത്ത കാരണം തീരെ പുറത്തിറങ്ങാണ്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞു വന്നിട്ട് അങ്കിൾ ജസ്റ്റ് വിഷ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ തന്നെ ദീദിമാർ വന്നിട്ട് അങ്ങനെ മൂന്ന് വെളിയിലിറങ്ങേണ്ടി വന്നു. रीना की बात सुन के सांप भी खूड में से बाहर आ गया। वो देखा क्या? मानजीत भैया यही सबसे गंदे तरीके से लगाई ना। पता कभी भी नहीं लगाती ना भैया, मैं अच्छे तरीके से लगाती हूँ। हाँ वो तो दिख रहा है। काशी की मम्मी बड़ी काली माता। देखो देखो वो अंकल हनी नो हनी बस ए उन्हें बुला। अरे भैया को इधर लगा दो। भैया के साथ आंटी पहली बार खेल रहे होंगे। लगा लो। मैं भी आपकी तरफ मतलब क्या करें, यहाँ एक राक्षस नहीं है हमारे पास। क्या कर रहे ഞങ്ങൾ അപ്പുറത്തെ ഗലിയിൽ വേറെ ആൾക്കാർക്ക് കളർ തേക്കാൻ പോണേ. ഇവിടെ ഇന്നത്തെ ദിവസം, അതായത് ഹോളിയുടെ ദിവസം എല്ലാവരും ഇതേപോലെ ഇങ്ങനെ കളറിൽ കുളിച്ചാൽ നടക്കുക. അത് കാരണം നമുക്ക് എംബ്രാസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെയാണ്. വഴി കൂടി പോകുന്ന ആരെല്ലാം അതിപ്പോൾ പരിചയമുള്ളവരായാലും അല്ലെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ തേച്ചാൽ സെലിബ്രേറ്റ് ചെയ്യുക. ഇതൊക്കെ ഞങ്ങളുടെ ഗലിയിലുള്ളവരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അവരെല്ലാത്തിലും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഞങ്ങളെയും പങ്കെടുപ്പിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെയാണ് അവർ ഞങ്ങളെയും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷമോ വ്യത്യാസമോ ഒന്നും അതിനകത്ത് തോന്നില്ല എന്നുള്ളതാണ് അവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ. हनी थोड़ा सा पकोड़े खा लेंगे कोई खाली पीछेगा लगाओ लगाओ आंटी है हमारी हनी वो ले लो हनी पकोड़ा सब ले लेना बाद में तार लेगी कहीं नहीं मारे चलो भाई हम तो ഞാൻ പറഞ്ഞില്ലേ, ഹോളിയുടെ ദിവസം നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഇതേപോലെ നംകീനോ സ്വീറ്റ്സോ ഒക്കെ കഴിക്കാൻ കിട്ടുമേ. അപ്പോൾ അത് അവരുടെ ഒരു കസ്റ്റമാണ്. അവരങ്ങനെയാണ് എല്ലാവർക്കും ഷെയർ ചെയ്തുമൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. हैप्पी होली जी, हैप्पी होली। ऐसे कैसे बिना होली खेले किधर जा रहे हो? ऐसे कैसे वहाँ सूखे तोड़ ना रहोगे, वहाँ भी खेलना पड़ेगा। वहाँ तो ज्यादा गंदे होंगे. ഇവര് മാസ്ക് ഒക്കെ വാങ്ങിച്ചോ? വെരി ഗുഡ് വെരി ഗുഡ്. കുഞ്ഞു ചെളിവെള്ളം മേത്താവേണ്ട സൂക്ഷം മതിട്ടാ. ബൈ 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 ബൈ. ആ ശരി. ഹാപ്പി ഹോലി ബിട്ടാ. ए दीवू दीवू हैप्पी होली दीवू
पूनम हैप्पी होली भैया हैप्पी होली ഇതിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിലെത്തി. അവിടെ ഞങ്ങൾക്കും പരിചയമുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇത് ഹനീൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, ദിവു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഹിമാചലിൽ നിന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. हैप्पी होली हनी की मम्मा को तो लगाया नहीं मैंने हैप्पी होली हनी की मम्मी हैप्पी होली सेम टू यू हनी നോക്കട്ടെ हनी भी आ रही है हैप्पी होली देखते तो अच्छा अच्छा है ना बस അപ്പോൾ ഈ സെലിബ്രേഷൻസിൻ്റെ ഒക്കെ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പല സംസ്ഥാനത്തു നിന്ന് പല കൾച്ചറിലുള്ള ആൾക്കാർ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ഹരിയാനയിൽ നിന്നുണ്ട്, ഹിമാചലിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുണ്ട്, ബീഹാറിൽ നിന്നുണ്ട്, ഞങ്ങളുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റ്സിൽ നിന്ന് പല കൾച്ചറിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്തും പരസ്പരം സന്തോഷം ഷെയർ ചെയ്തും സ്വീറ്റ്സ് ഷെയർ ചെയ്തൊക്കെ ആഘോഷിക്കുന്നത് തന്നെ ഒരു ഭംഗിയാണേ. നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള മാതിരി ഡാൻസ് എന്നുള്ളത് ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് എല്ലാ ആഘോഷങ്ങളുടെയും കൂടെ. അതിപ്പോൾ ഹോളി ആവട്ടെ, ദിവാലി ആവട്ടെ, എന്തായാലും ഇവർക്ക് ഒന്നിച്ചു ചേർന്ന് ഡാൻസ് ചെയ്യാന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും അവർ ഇതേപോലെ നമ്മളെ സ്വീറ്റ്സും ബാക്കി സാധനങ്ങളൊക്കെ തന്ന് സ്വീകരിച്ച് പിന്നെ അവിടെ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് വെള്ളത്തിൽ കൊണ്ട് കളിക്കാൻ ഞാൻ വാട്ടർപോലും നടത്തു. എനിക്ക് ഒറ്റക്ക് നടത്തും. ഫില്ലാവുന്നുണ്ട് നോ പ്രോബ്ലം. ഞങ്ങളത് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരെയൊക്കെ വിഷ് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇനിയിപ്പോൾ ഫുൾ ഫ്ലഡ്ജായിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോവാണ് ഹോളി. അങ്ങനെ അതെ ഞങ്ങൾ വാട്ടർ ബലൂൺസൊക്കെ ഫില്ല് ചെയ്ത് വാട്ടർ ബലൂണും കൊണ്ട് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. തുടങ്ങാം നമുക്ക്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 9:30 തുടങ്ങിയതാണ് കളറ് കളിക്കാൻ. ഇനിയിപ്പോൾ വെള്ളത്തിലാണ് മുഴുവനായിട്ട് കളിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളും കൂടി കാണാം. हनी बस चल ऐसे नहीं हनी ऐसे उसकी पिटारी रुको
हनी बस हनी गाना लगा के फिर नहीं और बस नहीं पक्का और मुझे वाला मत दो पक्का चल और क्या ऐसे बनाओ ब्राजील वाला गाना लगाऊं ഇപ്പൊ ചെയ്ത മന്ത്രി ചെയ്യ ഹാ ഹാ ആ നോക്കതേ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഹോളി ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കളർ കൊണ്ടുള്ള സെലിബ്രേഷനൊക്കെ മതിയാക്കി ഇപ്പോൾ അതേ വെള്ളം കൊണ്ടുള്ള സെലിബ്രേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാനി ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ ഇഷ്ടം വെള്ളത്തിൽ കളിക്കാൻ. അപ്പോൾ ഹാനി അവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ആഘോഷിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ എന്തായാലും ഹോളി ആഘോഷമൊക്കെ തീരാൻ പോവാണല്ലോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കളറും എടുത്ത് ദേ ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കിയിട്ട് കളിക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ബാക്കി ഉണ്ടായിരുന്ന പിങ്കും ഒത്തിരി ഗ്രീനും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു, പേർപ്പിളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ഇത് ബക്കറ്റിൽ കലക്കി ആഘോഷിക്കാൻ വേണ്ടി കലാശക്കൊട്ടിന് വേണ്ടി റെഡിയായി നിൽക്കണ്ടേ. ഹനി ഇതേ അവളുടെ മാജിക്കൽ ഗ്ലാസും കൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇത്രയും സമയം അതിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇതാ അപ്പുറത്തെ ദീദിൻ്റെ വിനായക് വന്നിട്ട് ആ ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ എടുത്ത് എൻ്റെ മേലിലൊഴിച്ചു. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ദേ ഞങ്ങൾ ഈ വർഷത്തെ ഹോളി ആഘോഷം ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിച്ചു. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഹോളി ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത്രയും സമയം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. होली